തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. വാട്ട് എ മാച്ച് മാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC. ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ആ മൊട്ടയടിച്ച മനുഷ്യനോട് കൈകൂപ്പി ഇങ്ങനെ നിൽക്കേണ്ടി വരികയാണ്. അതായത് ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് തോന്നുകയാണ്. വാട്ട് എ പ്ലെയർ ആൻഡ് വാട്ട് എ മാച്ച്. ഇതാണ് മത്സരം, ഇങ്ങനെയായിരിക്കണം മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം, ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കീഴിൽ വന്നിട്ട് അൺബീറ്റ് റൺ അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിൻ മെന്റാലിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഇപ്പൊ ടോട്ടലി ഉള്ളത്. അത് യങ് ടാലന്റഡ് പ്ലേയേഴ്സ് മുതൽ ഫോറിൻ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ തന്നെ. അതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ ഒരു മാച്ച്. വളരെ നല്ല ഭംഗിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം അവസാനിച്ചു. സോ നമുക്ക് നല്ല ഒരു റിസൾട്ടും കിട്ടി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ മത്സരം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞാൻ കളി വാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ മത്സരത്തിൻ്റെ ഒരു 15 മിനിറ്റിന് ശേഷം സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ താരം ചെന്നൈ സൂപ്പർ കിങ്സിൽ അടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചു നേരം മത്സരം ഓഫ് ചെയ്തു വെച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. അതായത് ചെന്നൈ വേഴ്സസ് മുംബൈ മത്സരത്തിലെ IPL മത്സരം കാണാനായിട്ട് പോയി. സോ എനിക്ക് കാണാനായിട്ട് പോയ അവസരത്തിൽ ആ ഒരു ഗോൾ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഒരു ഗോൾ ഇട്ടപ്പോൾ എനിക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ IPL അവിടെ വെച്ചിട്ട് വീണ്ടും ISL തന്നെ തിരിച്ചു വന്നു. ISL തിരിച്ചു വന്നപ്പോൾ നമ്മുടെ റഹീം അലി വീണ്ടും ഒരു ഗോള് ഒഡീഷ FCക്ക് വേണ്ടി ഇട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ICSL അവിടെ നിർത്തിയത് വീണ്ടും IPL തന്നെ പോയി. അവിടെ പോലോ കടി ചെന്നൈ, പ്രത്യേകിച്ച് നമ്മുടെ ചേട്ടൻ പോലെ അടി. അപ്പോൾ പിന്നെ ISL കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നില്ല. അങ്ങനെ ഞാൻ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പിന്നെ ISL വരുന്നത്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അങ്ങനെ ISL വന്നു. സെക്കൻഡ് ഹാഫിന് ശേഷം ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നടന്നു. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ, നല്ല വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്ലേയേഴ്സും കളിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. കാരണം ചെന്നൈയുടെ കളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒരു ചെന്നൈ ഫാനൊന്നുമല്ല. സഞ്ജു സാംസൺ അടിച്ചു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ISL ഒരു മൈൻഡ് വിട്ടിട്ട് IPL മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. പക്ഷേ അവസാന നിമിഷത്തിലേക്ക് ഞാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്തായി എന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു ഗോൾ വരുന്നത്. വാട്ട് എ മാൻ ആൻഡ് വാട്ട് എ ഗോൾ. ഈ മത്സരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള കുറച്ച് താരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കെവിൻ യോക്കെ എന്ന് പറയുന്ന മനുഷ്യനാണ്. അതൊരു പ്ലെയറാണ്. ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ള ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ കിഡിലം പോലത്തെ പ്ലെയർ. ഞാനിപ്പോൾ ആലോചിക്കൊണ്ടൊരു കാര്യം എന്താ പറയുക, ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന കോച്ച് പറഞ്ഞല്ലോ 5 മാസമായിട്ട് കളിക്കാത്ത പ്ലെയേഴ്സിനെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. പൈസ കൊടുക്കാതെയാണ് അവർ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പറഞ്ഞതാണ്. അതിനെതിരെയായിട്ട് മാനേജ്മെൻറ്റിനെ നമ്മൾ വിമർശിച്ചാണ്. പക്ഷേ ഐ തിങ്ക് കെവിൻ യോക്കെ എന്ന് പറയുന്ന പ്ലെയർ പൈസ കൊടുക്കാതെ, പുള്ളിക്കാരൻ കളിക്കുന്ന കളിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അത്രയും നാറി പരിപാടി വേറെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ടോപ്പ് ലെവലൊരു പ്ലെയറാണ്. എമ്മാതിരി ഒരു കളി ശൈലിയാണ് മൂപ്പര് പുറത്തെടുക്കുന്നത്. അതായത് എതിരാളികളായിട്ടുള്ള ഡിഫൻസിനെയും താരങ്ങളെയും മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും കൊണ്ട് തളർത്തുക. ഗോൾ നേടാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരന് ഗോൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ മത്സരത്തോടു കൂടി എനിക്ക് ആ ഒരു വിഷമം മാറി കിട്ടി. കാരണം അജാതി പ്ലേയിങ് സ്റ്റൈലും അജാതി കിട്ടിയില്ല കളിക്കാരനും ആയിട്ട് മാറിയിട്ടുണ്ട് കെവിൻ യോക്കെ എന്ന് പറയുന്ന കളിക്കാരൻ. കിൻഡൽ പോലത്തെ സ്കില്ല്, അതും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള സ്കിൽഫുള്ളായിട്ടുള്ള മുന്നേറ്റം, എമ്മാതിരി കളി വെച്ചിട്ടാ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു താരമാണ് എബിൻ ദാസ്. വാട്ട് എ പ്ലെയർ. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം, അത് എത്രമാത്രം ഒരു പ്ലെയർ എന്നല്ല, ഒരു വർക്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണമാണ് എബിൻ ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ. 5 അസിസ്റ്റാണ് ഈ സീസണിൽ. 5 അസിസ്റ്റ്. മലയാളി താരമാണെന്ന് ഓർക്കണം. യുവതാരമാണ്. കഴിഞ്ഞ തവണ SLK കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. മത്സരത്തിലേക്ക് വരുന്നു, അതായത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിക്കാൻ അരങ്ങേറുന്നു. 5 അസിസ്റ്റ് ഇതുവരെയായിട്ട് നൽകി. അതും അതിൽ പല അസിസ്റ്റുകളും എങ്ങനെയാണ് ഫ്രീ കിക്കുകളും അതല്ലെങ്കിൽ കോർണർ കിക്കുകളിലൊക്കെ വന്നിട്ടുള്ള അസിസ്റ്റുകളാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു അസിസ്റ്റും കൂടെ വന്നപ്പോൾ എബിൻ ദാസ് ഒരു 1.5 കലക്കൽ കളിക്കിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു മാച്ചിൽ. ഇതാണ് വിന്നിങ്. ഇതാണ് വിന്നിങ്. 94 മിനിറ്റിലൊരു കംബാക്ക് ഗോൾ. ഞാൻ സത്യം പറഞ്ഞാൽ സമനിലാവുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു 90 ഒരു 85 മിനിറ്റിൽ കളിയിലേക്ക് വീണ്ടും മടങ്ങി വരാൻ, ലൈവ് കാണാനായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു. സഞ്ജുവിൻ്റെ സെഞ്ചുറിയും കണ്ടു, അപ്പോൾ ഇതും കണ്ടു. അങ്ങനെയുള്ള രീതിയിൽ നിന്നു. നമ്മൾ കംബാക്ക് അടിച്ചു. വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു കളി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പീറ്റർ ഹാർട്ട്ലി എന്ന് പറയുന്ന നമ്മൾ അസിസ്റ്റൻറ്റ് കോച്ച്, പുള്ളിക്കാരൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് സത്യം പറഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. ഷൂട്ട് ഇല്ലെങ്കിലും പുള്ളി നിയന്ത്രിക്കാനായിട്ട് പുള്ളിക്ക് കഴിയും.
ആ ഒരു സൂപ്പർ സബ് ഇറങ്ങിയ ആ ഒരു സമയമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് മാച്ചിനെ വർണ്ണിക്കാൻ നിൽക്കാത്തത്, മാച്ച് ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്കാണ് കണ്ടിട്ടുള്ളത്. ഫുള്ളായിട്ട് കാണാതെക്കാനുള്ള കാരണം അപ്പുറത്ത് IPL പൂരടി നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെല്ലൈക്കൺ കൂടി മറ്റൊരു വീഡിയോയിൽ ഉണ്ടാവും. അതിലേക്കും ബൈ.